ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ടീ കേക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ആരും ഇതുവരെയും ട്രൈ ചെയ്ത് കാണില്ല ഇങ്ങനെ ഒരു കേക്ക് റെസിപ്പി. അതുമാത്രമല്ല, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. നമ്മളിത് ചെയ്തത് മുട്ട വെച്ചല്ല എന്ന് പറയേയില്ല. മുട്ട വെച്ച് ചെയ്യുന്ന പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മടിച്ച് നിൽക്കാതെ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. നമ്മുടെ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചെയ്യേണ്ടത് വീഡിയോ ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഇത്രയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ എൻ്റെ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കുകയാണ്. ഞാൻ സാധാരണ സ്റ്റീലിൻ്റെ ഡബ്ബയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് ഒരു അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം മൈദ ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തട്ടിക്കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ കേക്ക് നമുക്ക് ടിന്നിൽ നിന്നും ഇളകി കിട്ടും. പിന്നെ ഒരു കാര്യം കൂടിയിട്ട്, ബട്ടർ പേപ്പർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ സുമീസ് വ്ളോഗ് ബട്ടർ പേപ്പർ എന്ന് സെർച്ച് ചെയ്താൽ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ടിന്ന് റെഡിയാക്കിയ ഒരു സൈഡിലേക്ക് വെച്ച ശേഷം ഒരു ബൗളിലേക്ക് ഞാനൊരു പുഴുങ്ങിയെടുത്ത് ഏത്തപ്പഴമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഏത്തപ്പഴത്തെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ നോക്കുക കേട്ടോ. നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയാൽ ഞാൻ ഗ്ലാസിൻ്റെ മെഷർമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഒരു അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചതും പിന്നെ ഒരു 1/4 ഗ്ലാസ് അളവിന് ഓയിലും ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ പാം ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ യോജിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള എസൻസ് ചേർക്കാം കേട്ടോ. എസൻസ് കൂടി ചേർത്താൽ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് ആ ഒരു ദിശയിലേക്ക് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കട്ട പോലെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതേ ഗ്ലാസ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അളവിന് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ആ മൈദ നമുക്ക് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മൈദയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അതുപോലെ ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു സോഡാപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ച് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യാൻ താല്പര്യമില്ല, ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ഇനി നമ്മളിത് മിക്സ് ചെയ്യവേ തന്നെ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് ഒഴിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് വേണ്ടി വരും എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എത്രയാണ് മൊത്തത്തിൽ ഒഴിച്ചതെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ തന്നെ അത്രയും ഒഴിച്ചോളൂ. അപ്പോൾ ഇതിപ്പോൾ ഏത്തപ്പഴം കൂടെ ചേർന്നുകൊണ്ട് ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണെന്ന് നമ്മൾ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഞാൻ ഒരു 1/2 ഗ്ലാസോളം നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ തുടക്കം തന്നെ പാല് മൊത്തത്തിൽ ചേർത്ത് മിക്സ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പയ്യെ മിക്സ് ചെയ്തുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും വരത്തില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഓവർ മിക്സിങ് പാടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എന്തായാലും കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ടിന്നിലേക്ക്, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടിന്നിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാം. ഒരു 165 ഡിഗ്രിയിൽ ഒരു 35-40 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഓവൻ ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാമല്ലോ, അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇട്ടിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പം നമുക്കിത് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചുറ്റിച്ചിട്ട് എയർ ബബിൾസ് കളയാം. അപ്പോൾ ഇതിനുള്ളിൽ ഒട്ടും തന്നെ എയർ ഇങ്ങനെ തങ്ങി നിൽക്കില്ല. അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യണേ. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ഒന്നെങ്കിൽ ഇഡ്ഡലി സ്റ്റീമറിലോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിലോ എന്തിൽ വെച്ച് വേണമെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ബേക്ക് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഒരു 35 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ടായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. 35 മിനിറ്റ് കഴിഞ്ഞിട്ടും ആയിട്ടില്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൂടി വെക്കേണ്ടി വരും കേട്ടോ. ചൂട് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ചെറിയ ചൂട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. എഗ്ഗ്ലെസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ടിന്നിൽ നിന്നും എടുക്കാം.
പിന്നെ കട്ട് ചെയ്യുമ്പം നമ്മളിത് ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും കത്തി ആക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ചൂടുണ്ട്, നല്ല സോഫ്റ്റ് ആണ് ഇത്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന്. കണ്ടോ, അടിപൊളിയായിട്ട് നമ്മുടെ മുട്ട വെച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് മുട്ട വെച്ചല്ല ചെയ്തതെന്ന് പറയില്ല, അത്ര നന്നായിട്ട് തന്നെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ടീ കേക്കാണ്. ട്രൈ ചെയ്യാം കേട്ടോ. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.